നമ്മൾ മലയാളികൾക്ക് എപ്പോഴും അഭിമാനത്തോടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം. പനി വന്നാലും തലവേദന വന്നാലും നമുക്ക് ഓടിയെത്താൻ ഒരു ആശുപത്രി ഉണ്ടാകും. പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പുറമേക്ക് വലിയ തിളക്കമുള്ള, കേൾക്കുമ്പോൾ കൈയടിക്കാൻ തോന്നുന്ന വലിയ പ്രഖ്യാപനങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ. ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. 25 ലക്ഷം രൂപ കേൾക്കുമ്പോൾ ആർക്കാണ് സന്തോഷം വരാത്തത്? ഏതൊരു സാധാരണക്കാരനും വിചാരിക്കും, ഇനി രോഗം വന്നാൽ പേടിക്കേണ്ടതില്ലല്ലോ എന്ന്. പക്ഷേ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു തുക ഇൻഷുറൻസായി പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ കടന്നുപോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഖജനാവിൽ ആവശ്യത്തിന് പണമില്ലാതെ ദൈനംദിന ചിലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാർ ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നത്? ഈ ചോദ്യം കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളിലും പ്രത്യേകിച്ചും ആരോഗ്യരംഗത്തെ വിദഗ്ധരിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഈ ആശങ്ക വെറുതെ ഒരു ചായക്കടയിലെ ചർച്ചയല്ല. രാജ്യത്തെ ഏറ്റവും മുൻനിര ഓൺലൈൻ മാധ്യമങ്ങളിലൊന്നായ ന്യൂസ് മിനിറ്റ് അടുത്തിടെ പുറത്തുവിട്ട ഒരു ഞെട്ടിക്കുന്ന ചർച്ചയും അന്വേഷണവുമുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുത്ത ആരോഗ്യ വിദഗ്ധരും മാധ്യമപ്രവർത്തകരും പങ്കുവച്ച വിവരങ്ങൾ കേട്ടാൽ വികസനത്തിൻ്റെ പേരിൽ നമ്മൾ എത്ര വലിയൊരു ചതിക്കുഴിയിലേക്കാണ് നടന്നു പോകുന്നത് എന്ന് മനസ്സിലാകും. ആ ചതിക്കുഴിയുടെ പേരാണ് സ്വകാര്യ ആശുപത്രികളിലെ വിദേശ നിക്ഷേപം അഥവാ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. സുഹൃത്തുക്കളെ, ന്യൂസ് മിനിറ്റ് നടത്തിയ ആ ചർച്ചയിൽ വലിയൊരു യാഥാർത്ഥ്യമാണ് പുറത്തു വന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ വലിയ വലിയ ആശുപത്രികളെല്ലാം ഇപ്പോഴും പഴയതുപോലെ വലിയ ഡോക്ടർമാരോ അല്ലെങ്കിൽ ചാരിറ്റി നടത്തുന്ന ട്രസ്റ്റുകളോ ആണ് നടത്തുന്നത് എന്നാണ്. എന്നാൽ അവിടെയാണ് നമുക്ക് തെറ്റിയത്. കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒഴുകിയെത്തിയത് ചെറിയ തുകയൊന്നുമല്ല, ഏതാണ്ട് 20,000 കോടിയിലധികം രൂപയാണ്. ഈ പണം മുഴുവൻ വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അമേരിക്കയിലെയും സ്വിറ്റ്സർലൻഡിലെയും ഒക്കെ വലിയ വലിയ വിദേശ ധനകാര്യ കമ്പനികളിൽ നിന്ന്. ബ്ലാക്ക് സ്റ്റോൺ, KKR തുടങ്ങിയ വമ്പൻ അന്താരാഷ്ട്ര പ്രൈവറ്റ് ഇക്വിറ്റി ഗ്രൂപ്പുകൾ കേരളത്തിലെ മുൻനിര ആശുപത്രികളുടെ വലിയൊരു ശതമാനം ഓഹരികളും ഇതിനോടകം തന്നെ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ പ്രമുഖ ആശുപത്രികളുടെ എല്ലാം നിയന്ത്രണം ഇപ്പോൾ പടിപടിയായി ഇത്തരം വിദേശ കമ്പനികളുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ആ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർ കേരളത്തെ ലക്ഷ്യം വയ്ക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യബോധം കൂടുതലാണ്. രോഗം വന്നാൽ നമ്മൾ എത്ര പണം ചിലവാക്കിയും ചികിത്സിക്കും. കൂടാതെ നമ്മുടെ നാട്ടിലെ ഉയർന്ന സാക്ഷരതയും ജീവിത സാഹചര്യങ്ങളും കാരണം ഒരു വലിയ വിപണിയായിട്ടാണ് ഈ വിദേശ കമ്പനികൾ കേരളത്തെ കാണുന്നത്, അതായത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ കാണുന്നത്. ഇനി ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ സർക്കാരുകൾ എപ്പോഴും ഊന്നൽ നൽകിയിരുന്നത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനാണ്. മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും മെച്ചപ്പെടുത്തി പാവപ്പെട്ടവന് പണമില്ലെങ്കിലും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതായിരുന്നു ആ നയം. എന്നാൽ ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ നയങ്ങൾ നേരെ തിരിച്ചാണ്. പൊതു സംവിധാനങ്ങളെ അവഗണിച്ച് കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പ്രഖ്യാപനം വഴി യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? സർക്കാരിൻ്റെ കയ്യിലുള്ള പൊതുപണം വലിയ തുകയായി ഈ ഇൻഷുറൻസ് വഴി സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളുടെ പോക്കറ്റുകളിലേക്ക് ഒഴുകും. അതായത് പൊതുജനാരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ വിദേശ കമ്പനികൾക്ക് നമ്മുടെ നികുതി പണം ദാനം ചെയ്യുന്ന ഒരു ഭയാനകമായ സാഹചര്യമാണ് ഇവിടെ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആരോപണം. നമുക്ക് വളരെ ലളിതമായി ഈ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികളുടെ കളി എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ സാധാരണക്കാർ വിചാരിക്കും, ആശുപത്രികളിൽ വലിയ വലിയ കമ്പനികൾ പണം നിക്ഷേപിക്കുമ്പോൾ അവിടെ കൂടുതൽ മികച്ച മെഷീനുകൾ വരും, വലിയ ഡോക്ടർമാർ വരും, ചികിത്സ മെച്ചപ്പെടും എന്നൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ യാഥാർത്ഥ്യം വളരെ ക്രൂരമാണ്. ഈ വിദേശ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യൻ്റെ ആരോഗ്യത്തോടോ ജീവനോടോ യാതൊരു താല്പര്യവുമില്ല. അവർക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ: അതിവേഗം പരമാവധി ലാഭം കൊയ്യുക. ഇവരുടെ പ്രവർത്തന രീതിക്ക് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. 1. അക്വിസിഷൻ അഥവാ വാങ്ങൽ. ആദ്യം അവർ നന്നായി ലാഭത്തിൽ നടക്കുന്ന ഒരു ആശുപത്രി കണ്ടെത്തുന്നു. അതിൻ്റെ ഭൂരിഭാഗം ഓഹരികളും വലിയ തുക കൊടുത്ത് വാങ്ങുന്നു. അവർ പുതിയൊരു ആശുപത്രി സ്വന്തമായി പണിയുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള വലിയ ആശുപത്രികളെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. 2. വാല്യൂ ക്രിയേഷൻ അഥവാ മൂല്യം കൂട്ടൽ.
ആശുപത്രി സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരൊറ്റ ചിന്തയാണ്, എങ്ങനെ ഇതിൽ നിന്ന് പരമാവധി ലാഭമുണ്ടാക്കാം. അതിനായി അവർ ആശുപത്രിയിലെ ചെലവുകൾ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കും. ലാഭം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ അവർ മടിക്കില്ല. 3. എക്സിറ്റ് അഥവാ വിറ്റുമാറൽ. ഇത് കഴിഞ്ഞ് കൃത്യം ഒരു 5 വർഷത്തിനുള്ളിൽ അവർ ഈ ആശുപത്രി മറ്റൊരു വലിയ കമ്പനിക്ക് വമ്പൻ തുകയ്ക്ക് മറിച്ചു നൽകുന്നു. ഉദാഹരണത്തിന് 20,000 കോടി രൂപയ്ക്ക് വാങ്ങിയ ഒരു ആശുപത്രി 5 വർഷം കൊണ്ട് ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ ലാഭവും കാണിച്ച് 1,00,000 കോടി രൂപയ്ക്ക് വേറൊരു കമ്പനിക്ക് വിറ്റ് അവർ അവരുടെ ലാഭവുമായി നാടുവിടും. ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ആശുപത്രികൾ നടത്തുന്നത് ഡോക്ടർമാരാകുമ്പോൾ അവർക്ക് ചിലപ്പോഴെങ്കിലും ഒരു മെഡിക്കൽ എത്തിക്സ് ഉണ്ടാകും. ഒരു രോഗിയോട് കുറച്ചെങ്കിലും കാരുണ്യം കാണിച്ചേക്കാം. എന്നാൽ ഈ ആശുപത്രികൾ നിയന്ത്രിക്കുന്നത് വിദേശത്തിരിക്കുന്ന കുറേ ബിസിനസ്സുകാരാകുമ്പോൾ അവർക്ക് നമ്മൾ വെറും കസ്റ്റമേഴ്സ് മാത്രമാണ്. നിങ്ങളുടെ രോഗമല്ല അവരുടെ വിഷയം, നിങ്ങളുടെ കയ്യിലെ പണമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെറുമൊരു അനുമാനമല്ല. ഈ വിദേശ നിക്ഷേപം ആരോഗ്യരംഗത്ത് വരുത്തിയ വലിയ വിപത്തുകളെക്കുറിച്ച് ലോക പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയിരുന്നു. അമേരിക്കയിലെ ആരോഗ്യരംഗത്ത് ഈ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ പഠനത്തിലൂടെ അവർ വ്യക്തമാക്കുന്നു. 2009 മുതൽ 2019 വരെയുള്ള 10 വർഷത്തെ കാലയളവിൽ ദശലക്ഷക്കണക്കിന് രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് അവർ ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യം എന്താണെന്നറിയാവോ? വിദേശ കമ്പനികൾ ഏറ്റെടുത്ത ആശുപത്രികളിൽ ചികിത്സ തേടിയ രോഗികളുടെ മരണനിരക്ക് മറ്റുള്ള ആശുപത്രികളെ അപേക്ഷിച്ച് 13% കൂടുതലായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നില്ലേ? വലിയ പണവും വലിയ സൗകര്യങ്ങളും വന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ മരണനിരക്ക് കൂടിയത്? അതിനുള്ള കാരണങ്ങൾ ഹാർവാർഡ് പഠനം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഈ കമ്പനികൾ ആശുപത്രി ഭരിക്കാൻ തുടങ്ങിയതോടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി വലിയ തന്ത്രങ്ങൾ മെനഞ്ഞു. അതിലൊന്നായിരുന്നു ഏറ്റവും പരിചയസമ്പന്നരായ വലിയ ശമ്പളം വാങ്ങുന്ന സീനിയർ ഡോക്ടർമാരെയും നഴ്സുമാരെയും ജീവനക്കാരെയും പിരിച്ചുവിടുക എന്നത്. പകരം കുറഞ്ഞ ശമ്പളത്തിന് വലിയ പരിചയസമ്പന്നത ഇല്ലാത്ത ആളുകളെ അവർ നിയമിച്ചു. ആശുപത്രിയിലെ നഴ്സുമാരുടെ എണ്ണം കുറച്ചു. ഒരു നഴ്സ് നോക്കേണ്ട രോഗികളുടെ എണ്ണം ഇരട്ടിയാക്കി. ഇതിൻ്റെ ഫലമായി രോഗികൾക്ക് കൃത്യമായ പരിചരണവും ചികിത്സയും സമയത്തിന് ലഭിക്കാതെ വന്നു. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചകളുണ്ടായി. അങ്ങനെയാണ് അവിടെ മരണനിരക്ക് വലിയ രീതിയിൽ ഉയർന്നത്. അമേരിക്ക പോലുള്ള വികസിത രാജ്യത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ വിദേശ കോർപ്പറേറ്റുകൾ പൂർണ്ണ അധികാരം പിടിച്ചെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവന് എന്ത് സുരക്ഷയാണ് ഉണ്ടാവുക? UDF സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് കേരളത്തെ നയിക്കുന്നത് എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഭയത്തോടെ മുന്നറിയിപ്പ് നൽകുന്നതും ഇതൊക്കെ കൊണ്ടാണ്. നമ്മുടെ കേരള മോഡൽ ആരോഗ്യരംഗം ലോകമെമ്പാടുമുള്ള ആളുകൾ പഠിക്കുന്ന ഒന്നാണ്. വളരെ കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, മികച്ച മാതൃസംരക്ഷണ നിരക്ക്, ഇതെല്ലാം നമ്മൾ കൈവരിച്ചത് വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിലൂടെയും പൊതുജനാരോഗ്യ മേഖലയിലെ ശക്തമായ ഇടപെടലുകളിലൂടെയുമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ട്രസ്റ്റുകൾ നടത്തുന്ന ആശുപത്രികളും ചാരിറ്റി സ്ഥാപനങ്ങളും ഡോക്ടർമാർ തന്നെ നേരിട്ട് നടത്തുന്ന ഇടത്തരം ആശുപത്രികളും ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ചികിത്സ തേടാൻ കഴിഞ്ഞിരുന്ന ഇടങ്ങളായിരുന്നു അവ. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ചെറുകിട ഇടത്തരം ആശുപത്രികളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് ഒന്നൊന്നായി പൂട്ടിപ്പോവുകയാണ് എന്നാണ്. അല്ലെങ്കിൽ ഇത്തരം വൻകിട വിദേശ കമ്പനികൾ അവയെ വിലക്കെടുത്ത് അവരുടെ സാറ്റലൈറ്റ് ക്ലിനിക്കുകളോ സിംഗിൾ സ്പെഷ്യാലിറ്റി ആശുപത്രികളോ ആക്കി മാറ്റുന്നു. ഇതിൻ്റെ വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ ചികിത്സ നൽകിയിരുന്ന എല്ലാ വാതിലുകളും അടയുകയാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 60 മുതൽ 70% വരെ ആളുകൾ ഇപ്പോഴും പല ആവശ്യങ്ങൾക്കായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലാണ്. പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വലിയൊരു ജനവിഭാഗം നമുക്കിടയിലുണ്ട്. ഇങ്ങനെ ഉയർന്ന രോഗാതുരതയുള്ള ഒരു സംസ്ഥാനത്ത് ചികിത്സാ മേഖല പൂർണ്ണമായും വിദേശ കോർപ്പറേറ്റുകളുടെ കൈകളിലായാൽ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്താകും? ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ ആളുകൾ വഴിയിൽ മരിച്ചു വീഴുന്ന ഒരു ഭയാനകമായ ഭാവിയിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നാണ് ന്യൂസ് മിനിറ്റ് ചർച്ചയിൽ ഉയരുന്ന ചോദ്യം. ആരോഗ്യരംഗം ഒരു കച്ചവടമാക്കരുത് എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷം എപ്പോഴും സർക്കാർ ആശുപത്രികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ നയങ്ങളെയെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് UDF സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് അമിത പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത്. കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, ആശുപത്രിയിൽ പോയാൽ ആവശ്യമില്ലാത്ത ഒരുപാട് ടെസ്റ്റുകൾ എഴുതി തരുന്നു, ചെറിയൊരു അസുഖത്തിന് പോലും വലിയ സ്കാനിങ്ങുകൾ നടത്താൻ പറയുന്നു എന്നൊക്കെ.
ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാവോ? ഈ വിദേശ നിക്ഷേപ കമ്പനികൾ ആശുപത്രി ഭരിക്കുമ്പോൾ അവർ ഡോക്ടർമാർക്ക് കൃത്യമായ ടാർഗറ്റുകൾ നിശ്ചയിച്ച് നൽകുന്നുണ്ട്. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് ദൈവത്തെ പോലെ കണ്ടാകാം, പക്ഷേ ആ ഡോക്ടറുടെ മുകളിൽ വലിയൊരു കോർപ്പറേറ്റ് സമ്മർദ്ദമുണ്ട്. മാസം ഇത്ര രൂപയുടെ ബിസിനസ് ആശുപത്രിക്ക് നേടിക്കൊടുക്കണം, ഇത്ര പേരെ അഡ്മിറ്റ് ചെയ്യണം, ഇത്ര സ്കാനിങ്ങുകൾ നടത്തണമെന്നൊക്കെ ഈ വിദേശ മാനേജ്മെൻറ്റുകൾ ഡോക്ടർമാർക്ക് അലിഖിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ഡോക്ടർമാരാണെങ്കിൽ പോലും അവരെ പരുഷമായി ചോദ്യം ചെയ്യാനും പടിയിറക്കി വിടാനും മറ്റുള്ളവർ തയ്യാറാകും. ആലോചിച്ച് നോക്കൂ, കോടികൾ മുടക്കി വാങ്ങിയ വലിയ വലിയ മെഷീനുകളുടെ തുക തിരിച്ചു പിടിക്കാൻ അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്. ഒരു സാധാരണക്കാരന് ചെറിയൊരു മരുന്ന് കൊണ്ട് മാറാവുന്ന അസുഖമാണെങ്കിൽ പോലും അവരെ ICUവിൽ കിടത്തി ലക്ഷങ്ങളുടെ ബില്ലുണ്ടാക്കുന്ന ഒരു ക്രൂരമായ സംസ്കാരമാണ് ഇവിടെ വളർന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് ചർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ മുന്നിലേക്ക് നമ്മുടെ ജനങ്ങളെ ഇൻഷുറൻസിൻ്റെ പേരും പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുകയാണ് UDF സർക്കാർ ചെയ്യുന്നത് എന്നാണ് ചർച്ചയിലെ ആരോപണം. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കയ്യിലുണ്ടെന്ന് കാണുമ്പോൾ കോർപ്പറേറ്റ് ആശുപത്രികൾ രോഗിയെ പരമാവധി പിഴിയും. ഇൻഷുറൻസ് തുക തീരുമ്പോൾ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടും. അപ്പോഴേക്കും സർക്കാരിൻ്റെ പണം മുഴുവൻ ഈ വിദേശ കമ്പനികളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരിക്കും. സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വലിയ അപകടത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, പരസ്പരം സംസാരിക്കണം. വലിയ പരസ്യങ്ങളിൽ വീണു പോകരുത് എന്നും യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിയണം എന്നും മാത്രമേ ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ.